ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചായ പാലിച്ചായ കുടിക്കാൻ പോവുക കേട്ടോ. കാലിച്ചായ. അപ്പം നമുക്ക് കടി എന്താണെന്നറിയോ? നിങ്ങളല്ല 50 ബിസ്ക്കറ്റ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടാ. നമ്മൾ 50 ബിസ്ക്കറ്റ് നിരത്തി വെക്കുകയാണ്. നിങ്ങളൊക്കെ ചായ കുടിച്ച മക്കളെ? മഴയുണ്ടോ? അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. 50 ബിസ്ക്കറ്റ് ഇല്ല താത്താന്ന് വെച്ചിട്ടുള്ള മറുപടിയാണ് ഇപ്പത്. 50 ബിസ്ക്കറ്റ് ഇതാ. വലിയപ്പോൾ ഇവിടെ ഭയങ്കര തകർപ്പൻ ചായ കുടിയാണ്. ചൂടുണ്ട്, ചങ്കുണങ്ങി. വലിയമ്മയുടെ ചങ്കുണങ്ങിക്കും അത്ര. അതെന്താ? അടിപൊളി ചായക്കളെ, സൂപ്പർ. അത് രാവിലെ ഒരു കാലി ചായ കുടിച്ചാലുള്ള ഒരു ഉന്മേഷം കിട്ടുള്ളൂ. എന്നാ ബിസ്ക്കറ്റ് എടുത്തോളൂ വലിയമ്മ. വലിയമ്മനെ കാണട്ടെ. ഏയ്, അപ്പം ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. സ്പില്ലാണ് ഇന്ന് മഴയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. രാത്രി എന്തോരം മഴ, ചോരാത്ത മഴ പോലെ. കുട്ടികൾക്ക് ഇന്ന് സ്കൂളുണ്ടോയെന്ന് അറിയില്ല, ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്താഴ്ചേ? ചൊവ്വായില്ലേ? ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോണു മക്കളെ. അടിപൊളി ബിസ്ക്കറ്റാണ്. നിങ്ങൾ 50 ബിസ്ക്കറ്റ് കഴിച്ചോലൊന്ന് കമൻ്റ് അടിച്ച്. സൂപ്പർ ടേസ്റ്റാ. ഇന്ന് പൊരിക്കടി വണ്ടി വന്നിട്ടില്ലേ? പോയിട്ടില്ല. 7 മണിക്ക് തന്നെയാണല്ലോ. ഇന്നെന്ത് പറ്റി? മഴ ആയതുകൊണ്ട് കാരണം കുറേ ആൾക്കാർക്ക് ആശ്വാസമാണ്. പൊരിക്കടി വരുമ്പോഴേ. പൊറാട്ടൊക്കെ മേടിച്ചാൽ നൂൽപുട്ടൊക്കെ മേടിച്ചേ. അഞ്ചെണ്ണത്തിന് 50 റുപ്യ. 5 നൂൽപുട്ടിന് 10 റുപ്യ ഓരോ നൂൽപുട്ടിന്. അപ്പം 5 എണ്ണത്തിന് 50 ആണെങ്കിലോ 10 കാരം. ഇവിടെ തകർപ്പൻ ചായ കുടിയാണ് മക്കളെ. വരി ചായ കുടിക്കാൻ വരി മക്കളെ. 50 ബിസ്ക്കറ്റ് അങ്ങനെ കഴിച്ചാലുണ്ടല്ലോ സ്വർഗം മാസമൊക്കെയാണ്. അപ്പം മക്കളെ മഴ പെയ്യുന്നുണ്ട്. സൂപ്പർ മഴ കാണിച്ചതാ അല്ലേ? വായിച്ചത് ഉണ്ട്. വലിയ മഴ അയച്ചിട്ടില്ല. അപ്പം ചായയോടി വിശദമായി മക്കളെ. വലിയ മഷൂ എന്ന് ഊതി കുടിച്ച. അൽഹംദുലില്ലാഹ് റഹ്മത്തുള്ളാഹ് എന്നൊക്കെ പറഞ്ഞോട്ട്. അപ്പം അങ്ങനെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ബിസ്ക്കറ്റും കഴിഞ്ഞു. വലിയമ്മ തേട്ടൻ്റെ അടുത്തു.
പപ്പായമ്മ മക്കളെ പക്ഷികൾ കൊത്തി തിന്നു കേട്ടോ. കാണണ്ടോ ഈ വീടാകുമ്പോ പഞ്ഞി പാട്ടാട്ടക്കളെ പൊരിക്കടി വരുന്നുണ്ട്. പച്ചെല്ലാം കേൾക്കാണ്ട്. ഇവിടെ മഴ പെയ്യാറുണ്ട്, നിന്നെ ഞാൻ ഓർക്കാറുണ്ട്, ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട്, ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട്, മുല്ലകൾ പൂക്കാറുണ്ട്, തേന്മാവ് കാണാറുണ്ട്, ഓർമ്മകളുടെ നിറക്കൂട്ടിൽ കൽവിലൊന്നു നിറയാറുണ്ട്, ഓർമ്മയുടെ നിറക്കൂട്ടിൽ കൽവിലൊന്നു നിറയാറുണ്ട്, ഇവിടെ മഴ പെയ്യാറുണ്ട്, നിന്നെ ഞാൻ ഓർക്കാറുണ്ട്, ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട്, ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട്, ഇലകൾ പൂക്കാറുണ്ട്, തേന്മാവ് കാണാറുണ്ട്, ഓർമ്മകളുടെ നിറക്കൂട്ടിൽ കൽവിലൊന്നു നിറയാറുണ്ട്, ഓർമ്മകളുടെ നിറക്കൂട്ടിൽ കൽവിലൊന്നു നിറയാറുണ്ട്. എങ്ങനെയുണ്ട് മക്കളെ? പാട്ടടിപൊളി. ചായ കൂടിയും കഴിഞ്ഞ് പാട്ടും പാടി. മൈലാഞ്ചിയൊക്കെ വെട്ടിയിട്ടുണ്ട്. നമ്മളെ പൂന്തോട്ടം എങ്ങനെ ഇരിക്കുന്നുണ്ടോ? സൂപ്പറല്ലേ? ഇടയ്ക്ക് പൂന്തോട്ടത്തിനൊക്കെ കാണിക്കാൻ പറ്റും. വെണ്ടൊക്കെ വലുതായി വരുന്നുണ്ട്. അപ്പോൾ ആ പക്ഷികൾ ഇതാ നമ്മളെ പപ്പായമ്മ ഇങ്ങനെ കടന്ന് അവിടെ 2 പപ്പായ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി. പിന്നെ ഒരു കുഞ്ഞി പപ്പായ എന്ന് പറഞ്ഞാൽ വളർച്ച കുറവാണ് പപ്പായക്ക് കേട്ടോ. വള്ളിപ്പപ്പായ എന്ന് പറയും. ആ പപ്പായമ്മ കടന്ന് കെട്ടിമാറിയിട്ട് കണ്ടില്ലേ 2 കിളികൾ. ഇത് നമ്മളെ കാക്കക്കുട്ടി. നമ്മളെ പൂച്ചനെ കാണൂല. നമ്മളെ കുട്ടാപ്പി ഇല്ലപ്പോൾ. കുട്ടാപ്പിനെ നായ്ക്കൾ കടിച്ചുകൊണ്ടുപോയ കാരണം കുട്ടാപ്പിനെ അതാ കാണിക്കാത്തത്. വല്ലാതെ സങ്കടമാണ്. കാക്കച്ചികൾ ഇപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വരും. ഓലിപ്പോൾ മഴ ആയിട്ട് ഓലും കാണാനില്ല. ഇപ്പോൾ സെലു ഒറ്റക്കാണ്. ചിലപ്പോൾ കിളികളൊക്കെ ഇങ്ങനെ വരും. മഴ മഴ കുട കുട മഴ പെയ്ത പൊപ്പിക്കുട, പോപ്പിക്കുട വാണോ മക്കളെ. പോപ്പിക്കുട ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോപ്പിക്കുട എപ്പോഴും ഉണ്ട്. പോപ്പിക്കുട അല്ലേ ഇവിടെ. പൂന്തോട്ടത്തിൽ പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോഴിത് രസമല്ല മക്കളെ കാണാൻ. കാശിത്തുമ്പയിലിങ്ങനെ റെഡ് കാശിത്തുമ്പ, ഇളം വയലറ്റ് കാശിത്തുമ്പ, പലതുണ്ട്. സെലൂൻ്റെ പൂന്തോട്ടം കണ്ടോളിക്കളെ. ഈ പച്ചപ്പ് കാണാൻ നല്ല മനോഹരമായ പച്ചപ്പല്ലേ. അപ്പോൾ മക്കളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അടിക്കണം, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കിട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ സെലു കിഷൻ വരും.